വെൽക്കം ടു റമദാൻ റെസിപ്പി സീരീസ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബീഫ് ഹലീമിൻ്റെ റെസിപ്പിയാണ്. ഒരു കപ്പ് കുത്തിയ ഗോതമ്പ് എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു 2 to 3 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. ഇതേപോലെ ഒരു കപ്പ് കടലപ്പരിപ്പും എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി സോക്ക് ചെയ്യാൻ വെക്കണം. അതിനുശേഷം 1/4 കിലോ ബോൺലെസ് ബീഫിലേക്ക് ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞൾ, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ തൈര് അതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു കുക്കറിലേക്ക് മാറ്റുക. ഇനി കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിന് ശേഷം ഞാൻ 2 സവാള ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്നൊരു പിടി മാറ്റി വെച്ച് ബാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ സാധാരണ ബീഫ് കറിക്കൊക്കെ കുക്ക് ചെയ്യുന്ന പോലെ ബീഫ് കുക്ക് ചെയ്തിട്ടെടുക്കുക. ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ച പരിപ്പും ഗോതമ്പും എടുത്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലോണം വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിൽ വരുമ്പോൾ ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് വെച്ച് കുക്ക് ചെയ്താൽ മതി. നന്നായിട്ട് വേവണം കേട്ടോ. ഇനി നമ്മൾ വെന്ത ബീഫ് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഹാൻഡ് ബ്ലെൻഡർ ഉണ്ടെങ്കിൽ വളരെ ഉപകാരപ്രദമാണ് കേട്ടോ. അത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചൂടോടെ തന്നെ ബ്ലെൻഡ് ചെയ്യുക. ഇല്ലെങ്കിൽ ഒന്ന് കൂളായിട്ട് മിക്സിയിൽ അടിച്ചാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില അരിഞ്ഞതും ചെറുനാരങ്ങ നീരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇതുപോലെ അടിയണം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഗീ ചേർത്ത് കൊടുക്കുക. ഞാൻ 3 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഗീ ചേർത്താൽ. ഇനി മിക്സ് ചെയ്ത് കുറച്ച് ഫ്രൈഡ് ഓണിയൻസ് ഇട്ട് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. I'll see you with another video. Bye bye.